ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ CPM ഈ കാര്യത്തിൽ തിരിച്ചറിയുന്നത് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇതിൻ്റെ റിസീവിംഗ് എൻഡിൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ആക്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അടൂർ പ്രകാശ് വരുന്നത്, അതുകൊണ്ടാണ് ആന്റണി വരുന്നത്, അതുകൊണ്ടാണ് സോണിയാഗാന്ധി തന്നെ വരുന്നത്. SITക്ക് മുമ്പിൽ സ്വാഭാവികമായും അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിന് വിശദീകരണം നൽകേണ്ടി വന്നേക്കാം. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് SITക്ക് മുമ്പിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ അടൂർ പ്രകാശിനും മറ്റുള്ളവർക്കും പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത് രാഷ്ട്രീയ ദ്വന്ദ്വ യുദ്ധമായി അടുത്ത 4 മാസം മുന്നോട്ട് പോകുമെന്നുള്ളതിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടോ? അതിനുമുമ്പ് CPM-ന്റെ പ്രതിനിധി ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു മഹാമേരുവാണെന്നാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പദപ്രയോഗങ്ങൾ കണ്ടാൽ അവരുടെ ഈ മാറിയ ആശയഗതി സൂചിപ്പിക്കുന്നതാണ്. ഈ മഹാമേരു എന്ന് പറഞ്ഞാൽ ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം സ്വർണ്ണമയമായിട്ടുള്ളൊരു പർവ്വതമാണ്. ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിലുള്ള സ്വർണ്ണമയമായിട്ടുള്ള ഒരു പർവ്വതത്തെയാണ് മഹാമേരു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ഹൈന്ദവ പുരാണങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ ഭക്തജന സംഘം വിളിക്കുന്നത്. ഈ പിണറായി ഭക്തിയുടെ പുതിയൊരു അവസ്ഥാന്തരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കാരണഭൂതൻ എന്ന് വിളിച്ചതുപോലെയുള്ള മറ്റൊരു പദപ്രയോഗമായിട്ടാണ് ഈ മഹാമേരു പദപ്രയോഗത്തെയും എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യം, ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്തെങ്കിൽ സ്വാഭാവികമായിട്ടും അടൂർ പ്രകാശും മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞാൽ, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നു സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത്. അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ഇത് ദേവസ്വം മന്ത്രി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ മോഷണത്തിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ ന്യായീകരിക്കാൻ മുന്നിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടകംപള്ളി ഇതിൽ സംശയിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ വരുന്നതിൽ ഒരു തർക്കവും ഇല്ല. മറുവശത്ത് ഒരു ഫോട്ടോയുടെ പേരിലൊക്കെ കടകംപള്ളി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേട്ടയാടൽ, അതല്ലെങ്കിൽ ഒരു ബാലൻസിങ് ആക്ടായിട്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തുകൊണ്ട് CPM വല്ലാത്ത പ്രതിസന്ധിയിലായതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ബാലൻസിങ് ആക്ട് എന്ന രീതിയിൽ ഞങ്ങൾ അതിനെ കാണുകയുള്ളൂ. അതിലപ്പുറം സോണിയാഗാന്ധി ഈ രാജ്യത്ത് ദേവസ്വം വകുപ്പ് ഒന്നും കൈയാളിയിട്ടില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ കടകംപള്ളി ശ്രീ അടൂർ പ്രകാശും ആ തരത്തിലുള്ള ഒരാളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ ഇതിൻ്റെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്, ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസാനത്തെ ദുർബലമായിട്ടുള്ള പരിശ്രമം മാത്രമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ മലയാളികൾക്കുണ്ട് എന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സംഘവും മനസ്സിലാക്കിയാൽ മതി. ഇത്തരം ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അവരെവിടെയാ പറയേണ്ടത്? ശരി, അടൂർ പ്രകാശിനും സോണിയാഗാന്ധിക്കും ബന്ധമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളിന്ന് എഴുതി കൊടുക്കുന്നേ. നിങ്ങൾ ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊണ്ടുപോയിട്ട് അത്തരത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി മൊഴി കൊടുക്കട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് പോയി മൊഴി കൊടുത്തല്ലോ. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായല്ലോ. എന്തേ മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ അറിവുണ്ടെങ്കിൽ കൊടുക്കാത്തത്? അപ്പോൾ വെറുതെ ആകാശത്തേക്ക് ഒരു വടി എറിഞ്ഞു നോക്കിയാണ് എങ്ങനെയെങ്കിലും ഈ ചർച്ചയൊന്ന് വഴിതിരിച്ചു വിടാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തുക മാത്രമാണ്. നിലവിൽ പരിക്കേറ്റ് കഴിഞ്ഞു, വലിയ ഗുരുതരമായ പരിക്ക് ഇവർക്ക് ഏറ്റു കഴിഞ്ഞു. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നിലവിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടി. അതുകൊണ്ടല്ലേ പാട്ട് നിരോധിക്കുന്ന സംഗതിയൊക്കെ ഉണ്ടായത്. ആ പാട്ട് നിരോധിച്ചതിന്റെ പരിക്ക് മാറാൻ വേണ്ടി പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറലായി. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ്, ആവർത്തിച്ച് മണ്ടത്തരം ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ എറേഴ്സ് അവർ ചെയ്തു. അതുകൊണ്ടാണല്ലോ ഈ പാട്ടിനെതിരെ കേസെടുത്തു. അപ്പൊ അത് മറയ്ക്കാൻ വേണ്ടി വീണ്ടും എന്തായി, അടുത്ത വാട്സ്ആപ്പ് ഫോർവേഡുകൾ സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ഫോട്ടോ അതങ്ങ് ഉയർത്തി കാണിക്കാം, എന്നിട്ട് ആക്ഷേപിക്കാം, എന്നിട്ട് അത് ചർച്ചയാക്കാം. ഇത് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ശ്രമിച്ചോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിൽ സോണിയാഗാന്ധിക്കോ അതല്ലെങ്കിൽ അടൂർ പ്രകാശിനോ ഒക്കെ ഇതിൽ ബന്ധമുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു CBI അന്വേഷണം നടക്കണം. ഇനി CBI കുറിച്ച് അദ്ദേഹം പറഞ്ഞു, CBIയുടെ സാങ്ക്ടിറ്റിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ആ സോളാർ കേസിലെ പരാതിക്കാരി ഇടുന്ന ഒരു അരപ്പായ കടലാസിൽ അപേക്ഷ എഴുതി വാങ്ങി ആ കേസ് എന്തിനാ CBIക്ക് വിട്ടത്? നിങ്ങൾ UDF നേതാക്കന്മാരെ അങ്ങ് മൂക്ക് കയറ്റി വലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടതല്ലേ? എന്നിട്ട് എന്തായി? ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടല്ലോ. അപ്പൊ നിങ്ങളാണല്ലോ അന്ന് CBI ഉപയോഗിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി നിങ്ങൾ ചില ആളുകളെ ഉപയോഗിച്ചു. അവസാനം അതിന്റെ സത്യം പുറത്തു വന്നു. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മാത്രമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം അനുഭവിച്ചുള്ള വിഷമം, അനുഭവിച്ചുള്ള വിഷമം. എല്ലാവരും